ഇപ്പം അക്ഷയതൃതീയയെപ്പറ്റി ഭയങ്കരമായ കുറേ കാലങ്ങളായിട്ട് ഭയങ്കരമായ അഡ്വർടൈസ്മെൻ്റാണ്. ജ്വല്ലറിക്കാരൊക്കെ അക്ഷയതൃതീയ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വർടൈസ്മെൻ്റാണ്. ബുക്ക് ചെയ്തോളൂ, വാങ്ങിച്ചോളൂ എന്നൊക്കെ പറയും. വൈശാഖ മാസത്തിലെ അമാവാസി കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ദിവസത്തെയാണ് തൃതീയ എന്ന് പറയും. എല്ലാ അമാവാസി കഴിഞ്ഞിട്ട് വരുന്ന തൃതീയയ്ക്കും പ്രാധാന്യമുണ്ട്. ആ തൃതീയ ദിവസം നമ്മൾ ചന്ദ്രനെ കണ്ടാലും ചന്ദ്രനെ കാര്യങ്ങൾ നമ്മൾ ചന്ദ്രനോട് പ്രാർത്ഥിച്ചാലും എല്ലാം വളരെയധികം ഫലദായകമാണ്. പ്രത്യേകിച്ച് വൈശാഖ മാസത്തിൽ. വൈശാഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ളൊരു സമയമാണ്. ഈ വൈശാഖം എന്ന് പറഞ്ഞാൽ മേടമാസത്തിലെ വാവ് കഴിഞ്ഞിട്ട് ഇടവമാസത്തിലെ വാവിനുള്ളിൽ വരുന്നതാണ് വൈശാഖ മാസം. വൈശാഖ മാസത്തിലാണ് ബലരാമൻ ജനിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അക്ഷയതൃതീയ തൃതീയയിലെന്നാണ് ബലരാമൻ, അതായത് ശ്രീരാമൻ, നമ്മുടെ ഈ ദശാവതാരങ്ങളിൽപ്പെട്ട ബലരാമൻ ജനിച്ചു എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ പാഞ്ചാലി, അതായത് കൗരവരും പാണ്ഡവരും കൂടി കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർ അജ്ഞാതവാസത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഭക്ഷണം വേണമല്ലോ. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ കൃഷ്ണഭക്തിയായിരുന്നു പാഞ്ചാലി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ, സൂര്യഭഗവാൻ കൊടുത്തൊരു പാത്രമാണ് അക്ഷയപാത്രം. ആ പാത്രത്തിൽ പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതേപോലത്തെ എന്താഗ്രഹിച്ചാലും ആ പാത്രം ഉണ്ടാവും. അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്. ഈ ദിവസം എന്ത് ചെയ്താലും ക്ഷയിക്കില്ല, നമ്മൾ ക്ഷയിക്കാത്തത്. അതുകൊണ്ടാണ് സ്വർണം വാങ്ങിക്കുന്നത്.